മലയാളത്തിന്റെ ബിഗംസായ മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരുടെ സിനിമകളുടെ ക്ലാഷ് ഇപ്പോൾ അത്ര സാധാരണമല്ല. അങ്ങനെ വരാതായിട്ട് കുറച്ചായി എന്നതാണ് വാസ്തവം. എന്നാൽ നിലവിൽ വരാനിരിക്കുന്ന 2 സിനിമകളുടെ റിലീസ് തീയതി വച്ച് അതിനൊരു സാധ്യത തെളിയുകയാണ്. പക്ഷേ ഒട്ടും ഉറപ്പല്ല, അതിനൊരു കാരണവുമുണ്ട്. ഞാൻ പറഞ്ഞ ആ ക്ലാഷ് മലയാളത്തിലല്ല സംഭവിക്കാൻ പോകുന്നത്, തമിഴിലാണ്. ധനുഷിന്റെ 55ാമത് ചിത്രമായ ഓം ചാപ്റ്റർ 1. ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ മമ്മൂക്ക എത്തുന്നുണ്ട്. ഈ ചിത്രം റിലീസ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ 16-നാണ്. ധനുഷിനൊപ്പം വളരെ ശക്തമായ ഒരു വേഷത്തിൽ തന്നെയാണ് മമ്മൂട്ടി തമിഴിലേക്ക് തിരിച്ചെത്തുന്നത്. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ മമ്മൂക്ക തമിഴിലേക്ക് വീണ്ടും എത്തുന്നത്. 2018-ൽ റിലീസായ പേരൻപായിരുന്നു ഏറ്റവും ഒടുവിലായി മമ്മൂട്ടി അഭിനയിച്ച തമിഴ് ചിത്രം. ഇനി മോഹൻലാലിൻ്റെതായി ക്ലാഷ് വരുന്ന മൂവി ഏതാണ്? ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ പറഞ്ഞു വരുന്നത് ഏത് സിനിമയെക്കുറിച്ചാണെന്ന്. അതെ, ജയിലർ 2 തന്നെ. ജയിലർ 2 റിലീസിനെത്തുന്നത് ഒക്ടോബർ 15-നാണ്. സംഭവം ക്യാമിയോ വേഷത്തിലായിരിക്കും മോഹൻലാൽ എത്തുന്നത് എങ്കിലും നല്ല ഒരു ഇമ്പാക്റ്റ് ഉള്ള റോൾ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റേത് എന്നതിൽ ഒട്ടും സംശയം വേണ്ട. ഈയിടെ ഇറങ്ങിയ ജയിലറിന്റെ വീഡിയോയിൽ മോഹൻലാലിന്റെ സാന്നിധ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരം നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം സിനിമയിൽ ക്യാമിയോ ആയി വരുന്ന ആളെ പിന്നെ ടീസറിലൊക്കെ കാണിച്ച് ആ ഗുമ്മങ്ങ് കളയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ തമിഴിൽ മോഹൻലാൽ ക്യാമിയോ ആയി എത്തുന്ന സിനിമയും മമ്മൂക്ക മുഖ്യവേഷത്തിലെത്തുന്ന സിനിമയും തമ്മിൽ ക്ലാഷ് ഉണ്ടാകുന്നു എങ്കിലും നായകന്മാരുടെ കാര്യമെടുത്താൽ രജനീകാന്തും ധനുഷും തമ്മിലാണ് മെയിൻ ക്ലാഷ് വരുന്നത്. ഇതിൽ ആദ്യം റിലീസ് തീയതി പ്രഖ്യാപിച്ചത് ധനുഷ് ചിത്രമായ ഓമിൻ്റേതാണ്. ജയിലർ തൊട്ടു മുന്നത്തെ ദിവസം പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഒരു ക്ലാഷ് ഒഴിവാക്കാൻ ഓം ടീം റിലീസ് തീയതി മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ജയിലർ ആദ്യ ഭാഗത്തിന്റെ ഇമ്പാക്റ്റും 2ാം ഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൻ ഹൈപ്പുമൊക്കെ കൊണ്ട് തന്നെ ഓമിന്റെ തിയേറ്റർ പെർഫോമൻസിനെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കാനുള്ള സാധ്യത അവർ മുൻകൂട്ടി കാണും. ഏതായാലും ഈ 2 സിനിമകളിൽ നമ്മുടെ ബിഗംസ് ഉണ്ടെന്നുള്ളത് തന്നെ നമ്മൾ മലയാളികൾക്ക് എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ 2 സിനിമകളും ഗംഭീരമാകട്ടെ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.